ഹായ് ഓൾ 17-ാം തീയതി നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 653/2021 ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊഫൈൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള കുറച്ച് കൺസേൺസുകളും ഒപ്പം തന്നെ പൊതുവായി ഈ ഒരു ലിസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മേജർ വൺ, ഇത്തവണ മെസ്സേജ് വന്നവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. രണ്ടാമത്, എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തതും വളരെ എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഓരോ അഡ്വൈസിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം പേർക്ക് നിയമനം ലഭിക്കാൻ അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിൽ മെസ്സേജ് വന്നവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഒരു തുടർ നടപടി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഇൻസ്റ്റൻറ്റ് മെസ്സേജ്, ഫോണിൽ ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജ് ആയിട്ടും ഒപ്പം തന്നെ മെയിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു അർജൻറ്റ് ആക്ഷൻ റിക്വയർഡ് ഓൺ യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന കാറ്റഗറി നമ്പർ മെൻഷൻ ചെയ്തുകൊണ്ട് മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ അതിൽ തന്നെ പ്രൊഫൈലിൽ തന്നെ നോട്ടിഫിക്കേഷൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു കാറ്റഗറി നമ്പറും ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡ്, SLC സർട്ടിഫിക്കറ്റ്, ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന മറ്റ് സർട്ടിഫിക്കറ്റുകൾ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഒപ്പം തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PSC പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഒരു പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആഡ് ആൻഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ആഡ് ആൻഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ID പ്രൂഫ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തതെന്നും അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും എൻട്രി ചെയ്യാനൊരു ഓപ്ഷൻ കാണും. ആ എൻട്രി ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ അതിൽ തന്നെ ഒരു കൺസേൺ കോളത്തിൽ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് പേർക്ക് മെസ്സേജ് വന്നിട്ടില്ല, അവരെന്താണ് ചെയ്യണമെന്ന് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, PSCയെ ഡയറക്റ്റ്ലി ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺസ് അറിയിക്കുക എന്നാണ് പറയാനുള്ളത്. ദെൻ മേജറായിട്ടുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വൈസ് നില എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ അഡ്വൈസ് പോസിബിലിറ്റി അല്ലെങ്കിൽ ഈ അഡ്വൈസിനെ പറ്റിയുള്ള ഒരു പോസിബിലിറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്തവണത്തെ ലിസ്റ്റിനെ ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇത്തവണത്തെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1753 പേരുടെ മെയിൻ ലിസ്റ്റാണുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റും എല്ലാം കൂടെ ചേർത്ത് 3526 പേര് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ കട്ട് ഓഫും അത്യാവശ്യം നല്ല ഉയർന്നൊരു കട്ട് ഓഫ് ആയിരുന്നു. 53.67 ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അഡ്വൈസ് നില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1684 അഡ്വൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇനി നമുക്ക് പറയാനുള്ള കാര്യം, ഇതിൽ ഓരോ അഡ്വൈസിലും എത്രത്തോളം പേര് നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരിക്കലും നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഒരു അഡ്വൈസ് നില ഇത്ര പോയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ അഡ്വൈസ് ഇത്ര പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും അഡ്വൈസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരിക്കലും നമുക്കൊരു PSC ലിസ്റ്റിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ല, ഉറപ്പ് പറയാൻ സാധിക്കില്ല. നമുക്കൊരു ഏകദേശം ഒരു കണക്കറിയാൻ മാത്രമേ ഇത് സഹായിക്കത്തുള്ളൂ. ചിലപ്പോൾ ഇതിനേക്കാൾ അഡ്വൈസ് പോകാനും ചാൻസ് ഉണ്ട്, എന്നാൽ ഇതിനേക്കാൾ അഡ്വൈസ് കുറയാനും ചാൻസ് ഉണ്ട്. ഇത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെയാണ്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ എത്ര മാക്സിമം ഒരു പ്രോബബിലിറ്റി എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തവണ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇതുവരെ നമ്മൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏകദേശം 300ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കാൻ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഇതിൽ ഏറ്റവും കൂടുതൽ NJD വേക്കൻസിയാണ്. അപ്പോൾ ഈ ഒരു NJD വരുന്നതിന് മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 6-ാം തീയതി നടന്നു, 17-ാം തീയതി നടന്നു, ഒറ്റ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഏകദേശം പരീക്ഷ എഴുതിയതെല്ലാം ഒരേ ആകുകയും ചെയ്തു. അപ്പോൾ ഇതിൽ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കുള്ളവരും ആ ഒരു 6-ാം തീയതിത്തെ ബോർഡുകൾ ചൂസ് ചെയ്തപ്പോൾ ഒത്തിരി NJDs ഈ ഒരു ബോർഡിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു സാഹചര്യം തികച്ചും ഒരു വ്യത്യസ്തമായ സാഹചര്യമാണ്. അപ്പോൾ ഏകദേശം ഒരേപോലെ ആൾക്കാരാണെങ്കിലും എന്നാലും ഇൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒത്തിരി പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നായിട്ട് കാണാൻ കഴിയും ഇത്തവണത്തെ ഒരു സാഹചര്യം. കാര്യം 2 സെപ്പറേറ്റ് പരീക്ഷ ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. ഒപ്പം തന്നെ ചിലർക്ക് ആ 6-ാം തീയതി പരീക്ഷയ്ക്ക് മാർക്ക് കുറവും എന്നാൽ 17-ാം തീയതി പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതലും മേടിച്ചവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തവണ ഇതുപോലെ NJD വരാനുള്ള പോസിബിലിറ്റി എന്താണ്, നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 50-50 ചാൻസ് എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ ഇത്തരത്തിൽ NJDയും ഡിലീഷനും വരാനുള്ള ഒരു സാധ്യതയെ പറ്റി. അപ്പോൾ കഴിഞ്ഞ തവണ ഇത്രയും വന്നു എന്ന് കരുതി ഇത്തവണ ഇത്രയും വരില്ലേ എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇനി മറ്റ്
ഘടകങ്ങൾ, അതായത് വേക്കൻസി അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ ഒരു ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റവും ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമനങ്ങളിലുള്ള ഒരു സമീപനവും എല്ലാം എന്ത് ചെയ്യും, നമ്മുടെ വേക്കൻസി അപ്ഡേഷനെ ഒത്തിരി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ ബോർഡുകളും PSCയുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ, അതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാര്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യാനും ഒപ്പം തന്നെ ഇത് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനങ്ങളായി ലഭിക്കുവാനും സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. ഇനി മൂന്നാമത്തെ കാര്യം കമ്പനികളുടെ റൂൾസ് ആൻഡ് നോംസ്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പോൾ ഓരോ കൊല്ലവും ഈ കമ്പനികളിൽ, അപ്പോൾ ഈ കമ്പനി ബോർഡിൽ ഉൾപ്പെട്ട കമ്പനികളിൽ പല പല തൊഴിൽ സാഹചര്യങ്ങൾ കൊണ്ട് ലാഭനഷ്ടങ്ങൾ കാരണവും കമ്പനികളുടെ റൂൾസിലും പോളിസീസിലും എല്ലാം വ്യത്യാസങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KSRTC പോലുള്ള ബോർഡുകൾ എടുത്തു കഴിഞ്ഞാൽ 2028 വരെ ഇനി നിയമനങ്ങളില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി KSRTCയിലോട്ടൊക്കെ ഒരു നിയമനം ലഭിക്കുക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു വേക്കൻസി അപ്ഡേഷനെ അത് അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. ഒപ്പം തന്നെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോഴത്തെ ഒരു ചുരുങ്ങിയൊരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനൊക്കെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതും ഒരു വേക്കൻസി അഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഘടകമാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത്രത്തോളം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ഒരു വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തവണ ഈ ലിസ്റ്റ് ചുരുങ്ങിയൊരു സാഹചര്യത്തിൽ മേജറായിട്ടും എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതും എന്ത് ചെയ്യാൻ ഒരു അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദെൻ നമുക്കൊരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ വേക്കൻസിയെ സംബന്ധിച്ച് നമുക്കൊരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉറപ്പ് പറയാനൊന്നും സാധിക്കില്ല, പക്ഷേ നമുക്കറിയാൻ സാധിച്ചൊരു ചെറിയ കാര്യമാണ്, ഉറപ്പില്ല. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോർഡുകൾ കൂടി എന്ത് ചെയ്യാൻ ഈ ഒരു പരീക്ഷയിലേക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബോർഡുകളിലെ എന്താണ് വേക്കൻസി കൂടി ഈ പറഞ്ഞ ജൂൺ 17 എക്സാമിന് ലഭിക്കുന്നതായിരിക്കും. ഇനി വേറൊരു ഗുണമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ സാഹചര്യത്തിൽ തന്നെ ഒരുപാട് ലിസ്റ്റുകൾ നമുക്കിപ്പോൾ ആൾറെഡി റണ്ണിങ് ആണ്. അതായത് ഈ പരീക്ഷകൾ എഴുതി തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മറ്റ് ലിസ്റ്റുകളിലും ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് സെക്രട്ടറി അസിസ്റ്റന്റ്, SI, കമ്പനി ബോർഡ് 6ാം തീയതി പരീക്ഷ, ദെൻ ബിവക്കോ അസിസ്റ്റന്റ്, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, LD ക്ലർക്ക്. അപ്പോൾ ഇതിലേക്ക് സാലറി, പ്രൊമോഷൻ, കമ്പനി ബോർഡ് വൈസസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ജോബ് നേച്ചർ തുടങ്ങിയ കൺസേൺസുകളൊക്കെ എടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ അത്തരത്തിലുള്ള ജോലികളിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടും ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒത്തിരി അഡ്വൈസുകൾ പോകാനുള്ള, അല്ലെങ്കിൽ ഒത്തിരി ഡിലീഷനും NJD ഒക്കെ വന്ന് പിന്നെയും അഡ്വൈസുകൾ കൂടുതൽ നടക്കാനുള്ള ചാൻസുകളുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ലിസ്റ്റിനെ പറ്റിയുള്ള ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് PSC. താങ്ക് യു ഓൾ.